നമസ്കാരം. ഇന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്ന ഒരു കാഴ്ച കണ്ടു. സത്യത്തിൽ എത്ര ദുരന്തോസ്കയാണ് നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി എന്ന് തോന്നിപ്പോയി. വയനാടിലെ ദുരന്ത ബാധിതർക്ക് അവർക്ക് അർഹതപ്പെട്ട കേന്ദ്ര സഹായം ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല, നൽകാൻ കഴിയില്ല എന്ന് മോദി സർക്കാർ പറഞ്ഞിരിക്കുന്നു. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന നിലപാട് പരസ്യമായി തന്നെ ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് വി മുരളീധരൻ ഇലക്ഷൻ നടക്കുകയാണല്ലോ, BJPയെ ഒളിപ്പിക്കാൻ വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണം നമുക്കൊന്ന് കാണാം. പോയിട്ടുണ്ടോ വയനാട്ടിൽ? പോയിട്ടുണ്ടോ? അല്ലല്ല, സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഒരു പഞ്ചായത്തിലെ 3 വാർഡ്. അല്ല, അങ്ങനെയല്ല, നാട് മുഴുവൻ ഒലിച്ചുപോയി എന്നൊന്നും പറയരുത്. നാട് ഒലിച്ചുപോയി എന്ന് പറയരുത്. തകർന്നത് 3 വാർഡുകൾ മാത്രമാണെന്ന്. എത്ര നിസ്സാരമായാണ് ആ ദുരന്തത്തെ കാണുന്നത്. നിസ്സാരവൽക്കരിക്കുകയാണ് കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന നമ്മുടെ വി മുരളീധരൻ. നാണമാകുന്നില്ലേ ഒരു മലയാളി എന്ന് പറയാൻ? അല്ലെങ്കിൽ നാണമാകുന്നില്ലേ ഇങ്ങനൊരു പ്രതികരണം നടത്താൻ മിസ്റ്റർ വി മുരളീധര എന്ന് ചോദിച്ചു പോവുകയാണ്. താങ്കളൊക്കെയാണല്ലോ കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ട് ആ കസേരയിൽ ഇരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അമ്പേ പരാജയമാണല്ലോ മുരളീധര എന്ന് പറയാതെ വയ്യ. ആ 3 വാർഡുകളിൽ പൊലിഞ്ഞത് 400 ജീവനുകളാണ് മുരളീധര. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മനുഷ്യനാകണം. മനുഷ്യനായാൽ മാത്രമേ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയൂ, മനുഷ്യന്റെ വേദന മനസ്സിലാക്കാൻ കഴിയൂ. ഇത്തരം ദുരിതങ്ങളെ നേരിടാൻ വേണ്ടി അവർക്കൊപ്പം നിൽക്കാൻ നമുക്കൊരു മനസ്സുണ്ടാവുകയുള്ളൂ. അത് താങ്കൾക്കുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഒരു ജനത മുഴുവൻ ആ വയനാട് ജനതയ്ക്ക് വേണ്ടി, അവരെ അതിജീവിപ്പിക്കുന്നതിന് വേണ്ടി, ആ നാട് പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എത്ര മോശമാണ് വി മുരളീധര എന്ന് പറയാതെ വയ്യ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ. നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെയാണല്ലോ ഇന്ത്യ ഭരിക്കുന്നത്. ആ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണല്ലോ താങ്കൾ. കേരളത്തെ ഒരു മലയാളി കൂടിയായ താങ്കൾ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നുവല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മലയാളികൾ പോലും നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു മിസ്റ്റർ വി മുരളീധര എന്ന് പറയാതെ വയ്യ. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ, ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ച ആ മഹാദുരന്തം നമ്മളൊക്കെ കണ്ടതാണ്. അതിൻ്റെ വേദന, അതിൻ്റെ വിങ്ങൽ ഇന്നും അടങ്ങിയിട്ടില്ല. അവരേതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു സർക്കാർ പുനരധിവസിപ്പിച്ച് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അതിജീവിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ കേന്ദ്ര സർക്കാർ മുഖം തിരിക്കുകയാണ്. വലിയ തോതിൽ തന്നെ ഏതൊക്കെ രീതിയിൽ അവരെ ദ്രോഹിക്കാം ആ രീതിയിലൊക്കെ അവരെ ദ്രോഹിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പോലും ഒരു ഘട്ടത്തിൽ പോലും ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന നിലപാട് നിങ്ങൾ തുടക്കം മുതൽ തന്നെ എടുത്തിരുന്നു എന്ന് നമ്മളൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നതാണ്. വേറൊന്നും കൊണ്ടല്ല. കേരളം ഇന്ത്യയിലല്ലല്ലോ. നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ഈ കേരളത്തെ ട്രീറ്റ് ചെയ്യുന്ന സംഗതികളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ദുരന്തം സംഭവിച്ചപ്പോൾ പോലും എപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചത്? ആ ദുരന്തം സംഭവിച്ചപ്പോൾ എപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വന്നത്? വയനാട്ടിലേക്ക് എത്തിയത് 12ാം ദിവസമാണ്. എന്താണ് നരേന്ദ്രമോദിക്ക് ചെയ്ത് തരാൻ കഴിഞ്ഞത്? ഒന്നും ചെയ്തു തരാൻ കഴിഞ്ഞില്ല. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിക്കാനുള്ള പൈസ കൊടുത്തോ? മറിച്ച് ഇവിടെ വന്ന് ആ ദുരന്തം വിറ്റ് രാഷ്ട്രീയം കളിച്ചില്ലേ? ഫോട്ടോഷൂട്ട് നടത്തി ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട കുട്ടികളെ എടുത്തു വെച്ചുകൊണ്ട് പടം പിടിച്ച് എന്തിനായിരുന്നു ഈ പ്രഹസനം? എന്നിട്ട് മാധ്യമപ്രവർത്തകരെ കണ്ടൊരു കഥയും പറഞ്ഞു. ഞാൻ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കെ അവിടെ ഒരു അണക്കെട്ട് പൊട്ടി, 1500-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അന്ന് അതിനെ മുഴുവൻ പുനരധിവസിപ്പിച്ചതും അതിജീവിപ്പിച്ചതും ഞാനാണ്. അതുകൊണ്ട് എനിക്ക് വയനാടിന്റെ വേദന അറിയാം. ഞാൻ വയനാടിനൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് എവിടെ പോയി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി? എന്തുകൊണ്ട് അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന വയനാട് ജനതയ്ക്ക് ഒരു താങ്ങും തണലുമാകാൻ കഴിയുന്നില്ല? അപ്പോ ഈ കേന്ദ്ര സർക്കാർ തികഞ്ഞ അവഗണന കാണിക്കുന്നു, കേന്ദ്ര സർക്കാർ അവരെ തിരസ്കരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഇന്ന് അവിടെ ഹർത്താൽ നടത്തിയിരിക്കുകയാണ്. UDF-ഉം അതുപോലെ തന്നെ LDF-ഉം കൂടി. LDF-ഉം UDF-ഉം എന്തിനാണ് അവിടെ ഒത്തൊരുമിച്ച് ഹർത്താൽ നടത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആ ജനതയുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയാണ് വി മുരളീധര. അതെന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വി മുരളീധരന് മനസ്സിലായെന്നിരിക്കില്ല. കാരണം നിങ്ങളുടെ തലച്ചോറ് അവിടെ കേന്ദ്രത്തിൽ പണയം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അങ്ങക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്നിരിക്കില്ല. മാത്രവുമല്ലല്ലോ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്
ഇദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ, പ്രതികരണങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കൊരു കാര്യം വ്യക്തമാണല്ലോ. പാലക്കാടിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJP സ്ഥാനാർത്ഥിക്ക് ഇതൊക്കെ വലിയ പാമ്പായി മാറാതിരിക്കാൻ വേണ്ടി നടത്തുന്ന വെറും ന്യായീകരണ ക്യാപ്സ്യൂളാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്രത്തിനോട് എൻ്റെ സ്വന്തം നാടാണ്, ഞങ്ങളുടെ നാടാണ് തകർന്നടിഞ്ഞിരിക്കുന്നത്, 400ഓളം മലയാളികളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട്, ഒരു കേന്ദ്ര സഹായം അവർക്ക് കൊടുക്കണം എന്ന് പറയാൻ ഇവർക്ക് കഴിയുന്നില്ലല്ലോ. ഇവിടെ നിന്നൊരു കേന്ദ്രമന്ത്രിയുണ്ട്, സുരേഷ് ഗോപി, വലിയ നന്മമരമായിരുന്നു. ഇപ്പം എന്തായി? ഒരു നന്മമരത്തെയും കാണുന്നില്ല. സാർ അങ്ങനെയല്ല സാർ, കേന്ദ്ര സഹായം കൊടുക്കണം എന്ന് സുരേഷ് ഗോപി ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ലല്ലോ. ഈ മഹാദുരന്തം സംഭവിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പോലും സുരേഷ് ഗോപി എന്താണ് പറഞ്ഞത്? അങ്ങനെ അത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ സുരേഷ് ഗോപി എത്രാമത്തെ ദിവസമാണ് ഈ പറയുന്ന വയനാട്ടിലേക്ക് എത്തിയത്? 6ാമത്തെ ദിവസം മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, സുരേഷ് ഗോപിക്ക് വയനാട്ടിലെത്താൻ വേണ്ടി വന്നത് 6 ദിവസം. 6 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം ഒരു ഫോട്ടോഷൂട്ട് നടത്തി പോയി കേട്ടോ. അങ്ങനെ വന്ന കേന്ദ്രമന്ത്രിമാരും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും ഒക്കെ ഫോട്ടോഷൂട്ട് നടത്തി അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആ ദുരന്തത്തെ ഉപയോഗിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു ഗുണവും നമുക്ക് ലഭിച്ചില്ല. എത്ര തവണയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത്? എത്ര തവണയാണ് അവർക്ക് കേന്ദ്ര സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കത്തെഴുതിയത്? എന്നിട്ടും കേന്ദ്രം എന്താണ് കാണിച്ചത്? ഒന്നും കാണിച്ചില്ല. ഒരു രീതിയിലുള്ള കരുണയും കാണിച്ചില്ല. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ബീഹാറിനും ആന്ധ്രയ്ക്കുമൊക്കെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് ആ പ്രളയത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ഒത്തിരി പണം, ഒത്തിരി കോടിക്കണക്കിന് രൂപ പദ്ധതികൾ ഇതൊക്കെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ എന്താണ് നൽകിയത്? ഒന്നും നൽകിയില്ലല്ലോ. എന്നും വട്ടപൂജ്യം. അതാണ് കേരളത്തിന് കേന്ദ്ര ബഡ്ജറ്റിൽ അനുവദിക്കുന്ന സംഖ്യ. നമുക്കറിയാം 2018 മഹാദുരന്തം, മഹാപ്രളയം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള പല പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് പോലും നമുക്ക് ഇത്തരത്തിലുള്ള ഈ ദുരന്തങ്ങളെ അതിജീവിക്കാൻ പോലും ഒരു സംഖ്യ മാറ്റിവെച്ചില്ല കേന്ദ്രം എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 2018 ഹെലികോപ്റ്റർ ഇവിടെ കൊണ്ടുവന്നതിന്, നേവിയുടെ ഹെലികോപ്റ്റർ വന്നതിന് പോലും പൈസ ഈടാക്കിയവരാണ് അവർ. എന്തിന്? ഭക്ഷണം തന്നതിന്, അതായത് അരി തന്നതിന് പോലും കോടിക്കണക്കിന് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചവരാണ്. ഇതൊക്കെയാണ് ഇവർ കാണിക്കുന്ന പ്രതിബദ്ധത. ഇതൊക്കെ ഈ അവസരത്തിൽ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? വി മുരളീധരനെ പോലുള്ളവരൊക്കെ അവിടെ ഒരു നാട് ഒലിച്ചു പോയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു നാട് ഒലിച്ചു പോകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് പോലും തോന്നിപ്പോവുകയാണ്. കേരളത്തിൽ BJPക്ക് താമര വിരിക്കാൻ കഴിയാത്തതിൻ്റെ വലിയ ഫ്രസ്ട്രേഷൻ ഇവർക്കൊക്കെയുണ്ട്. കേരളം ഇന്ത്യയിലാണെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നാണക്കേടും ഉണ്ടാവും. വേറൊന്നും കൊണ്ടല്ല, എന്തുകൊണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് ഭരണം പിടിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ടല്ലോ. കാരണം മൂളെ ഉള്ളത് കൊണ്ടാണ്. നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ നേതാക്കളെ, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ നിങ്ങളെപ്പോലുള്ള വിഷപ്പാമ്പുകളെ തിരിച്ചറിയാൻ കഴിവുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു കാലത്തും നിങ്ങൾക്ക് പിടിക്കാൻ കഴിയാതെ പോകുന്നത്. എന്തായാലും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഈ സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ട സംഖ്യ കൊടുക്കേണ്ടതുണ്ട്. വയനാട് ദുരന്തബാധിതരെ എന്തായാലും സഹായിക്കേണ്ടതുണ്ട്. അവരും ഈ ഇന്ത്യയിൽ തന്നെയാണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ഇവിടുന്ന് ജയിച്ചു പോയ ജോർജ് കുര്യനോ പറഞ്ഞില്ലെങ്കിൽ അത് പറയാൻ ഇവിടെ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ജനപ്രതിനിധികളുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിൽ അവിടെ പോയി കേന്ദ്ര സർക്കാരിനെ കാണുമ്പോൾ കവാത്ത് മറന്ന് ഇങ്ങനെ നടുകുനിച്ച് നിൽക്കുന്ന ഏതെങ്കിലും MP-മാരുണ്ടെങ്കിൽ അവരോടും പറയുകയാണ്, അവരും സംസാരിച്ചില്ലെങ്കിൽ ഇവിടെ സംസാരിക്കാൻ ഇവിടെ CPM-ന്റെ നേതാക്കളുണ്ട്, CPM-ന്റെ പ്രതിനിധികളുണ്ട്, അവർ സംസാരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ കണ്ടതാണല്ലോ. അതായത് പാർലമെന്റിന്റെ പുറത്ത് ഇന്ത്യ മുന്നണി ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു വലിയ പ്രതിഷേധം സംഘടിപ്പിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തിന് പ്രതിഷേധം സംഘടിപ്പിക്കണം? ഒന്ന് വാക്കുകൾ കൊണ്ടുപോലും സുരേഷ് ഗോപിക്കോ ജോർജ് കുര്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു BJP നേതാവിന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ കേന്ദ്ര സഹായം കൊടുക്കണം വയനാടിന്, ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന്? രാജ്യം മുഴുവൻ അപലപിച്ചു. രാജ്യത്തെ മുഴുവൻ നടുക്കിയ ആ മഹാദുരന്തം, ആ ഉരുൾപൊട്ടലിന്റെ ആ ഒരു ഭീതി അത് കണ്ട് ലോകരാജ്യങ്ങൾ പോലും എന്താണ് പറഞ്ഞത്? അതിഭയാനകമെന്നാണ് പറഞ്ഞത്. എന്നിട്ടും നമ്മുടെ പ്രധാനമന്ത്രിക്ക് അതൊരു വലിയ ദേശീയ ദുരന്തമായി തോന്നുന്നേയില്ല. കാരണം കേരളം ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കാരണം ഇവിടെ BJPക്ക് അധികാരം പിടിക്കാനേ കഴിയുന്നില്ല. കേരളം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ BJPക്ക് ഹാലിളകും. പഠിച്ച പണി 18 ഓരോ ഇലക്ഷനിൽ പയറ്റി നോക്കിയിട്ടും ജനങ്ങൾ അടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ അരങ്ങേറിയാൽ, കേന്ദ്രത്തിനോട് സഹായിക്കണമെന്ന ശബ്ദങ്ങൾ ഉയർന്നാൽ കേന്ദ്രം ഇങ്ങനെ ചെവി പൊത്തും.
നരേന്ദ്രമോദി ചുമ്മാ വന്ന് ഫോട്ടോഷൂട്ട് നടത്തി പോകും. പക്ഷേ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആ സഹായം കിട്ടുന്നത് വരെ ഞങ്ങൾ ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കും. ആ ശബ്ദത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റും എന്ന വല്ല തോന്നലുമുണ്ടെങ്കിൽ അത് വെറും തോന്നലുകൾ മാത്രമാണ്. ഈ ശബ്ദം അവർക്ക് നിങ്ങൾ നൽകാനുള്ള കേന്ദ്ര സഹായം നൽകുന്നത് വരെ ഉയർന്ന് കേട്ടുകൊണ്ട് തന്നെ ഇരിക്കും. കേട്ടോ മിസ്റ്റർ നരേന്ദ്രമോദി സർക്കാരെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.